പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 26 തിരുവചനം പറയുന്നു, ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. നാം എല്ലാവരും ദൈവത്തിൽ വിശ്വാസമുള്ളവരും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ഒക്കെയാണ്. പള്ളിയിൽ പോകുന്നവരും ഭക്താനുഷ്ഠാനങ്ങൾ മുടക്കം കൂടാതെ ചെയ്യുന്നവരുമാണ്. പക്ഷേ പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നാം പറയുമ്പോഴും സഹോദരങ്ങളെ സ്നേഹിക്കാൻ നാം മറന്നുപോകുന്നു. ദൈവസ്നേഹം സഹോദര സ്നേഹത്തിലൂടെ പ്രകടമാക്കേണ്ട ഒന്നാണ്. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുകയും എന്നാൽ നന്മകളൊന്നും ചെയ്യാതെ ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ വിശ്വാസം മൃതമായി മാറുന്നു. ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസവും മൃതമായി മാറുന്നു. നമ്മുടെ ആത്മീയത ദൈവിക സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ തൻ്റെ സഹോദരങ്ങളെയും സ്നേഹിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുവാൻ ദൈവസ്നേഹം നമ്മെ പ്രേരിപ്പിക്കും. നമ്മുടെ സഹോദരങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നാം സന്നദ്ധരാകണം. നമുക്ക് സഹായം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ അവരെ കാണാത്ത വിധത്തിൽ നമ്മുടെ ഹൃദയം അടച്ചു കളയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ല എന്നത് വ്യക്തമാണ്. 1 യോഹന്നാൻ 3:17 തിരുവചനം പറയുന്നു, ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? അപ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട്, ഈ എളിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത് എന്ന്. അപ്പോൾ നാം സഹോദരരിൽ അവർക്ക് നന്മകൾ ചെയ്യുന്നില്ല എങ്കിൽ നാം യേശുവിന് തന്നെയാണ് ചെയ്തു കൊടുക്കാതിരിക്കുന്നതും എന്ന് നാം മറന്നു പോകരുത്. നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ആഹാരമില്ലാത്തവന് ആഹാരം കൊടുക്കുമ്പോൾ, ആവശ്യത്തിന് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുമ്പോൾ നാം സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ നിക്ഷേപമാണ് നമ്മെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി മാറ്റുന്നത്. അപ്പോൾ നന്മകൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.